ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ പേപ്പറിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ തേർഡ് സെഷൻ ആണ് കേട്ടോ. ഈ ഒരു സെഷനോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരാൻ പോവാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, നമുക്ക് എങ്ങനെ ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്യാം, എത്ര വേരിയസ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്, നമുക്ക് ഇതിന്റെ നേച്ചർ എന്താണ്, ലീഡർഷിപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ ആൻഡ് ഇതിനെ നമുക്ക് എങ്ങനെ മീൻ ചെയ്യാം. ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ വേ ടു അക്കംപ്ലിഷ് മ്യൂച്വൽ ഗോൾസ്. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ, ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു അത് ഇനീഷ്യലി അവർ സെറ്റ് ചെയ്യുന്നതാണ് പ്ലാൻസിൽ, അവരുടെ ഗോൾസും ടാർഗറ്റ്സ് ഒക്കെ. അപ്പൊ ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഇതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കൺസെപ്റ്റിനെ ഒരുപാട് എക്സ്പേർട്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഡെഫിനിഷൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു പീറ്റർ ഡ്രക്കർ, he says leadership isn't about size or control of the market. It's not just about being the biggest. അതായത് പീറ്റർ ഡ്രക്കർ പറഞ്ഞത് ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അത് എത്രത്തോളം ആ ഒരു ഓർഗനൈസേഷൻ വലുതാണോ ചെറുതാണോ എന്നുള്ളതനുസരിച്ചിട്ടൊന്നും അല്ല എന്നാണ് പീറ്റർ ഡ്രക്കർ പറഞ്ഞത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്, he defines it as the ability to pursue people to follow a goal with enthusiasm. അതായത് മറ്റുള്ളവരെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആയിക്കോട്ടെ, വേറെ വർക്ക് ചെയ്യുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ് ആരോ ആയിക്കോട്ടെ, അവരെ വളരെ എന്താ പറയാ അവരുടെ ഒരു ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഫുൾ ഒരു 100% അവർക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കണം അല്ലെ. അതിനു വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അനുനയിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെയാണ് ലീഡർഷിപ്പ് എന്നാണ് കീത്ത് ഡേവിസ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു Tannenbaum, he says leadership as influence through communication to reach specific goals. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ചില ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്നാണ് ഈ ഒരു എക്സ്പേർട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, he says leadership is a continuous influence process where the leader inspires and motivates others to achieve goals. ജോർജ് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് പ്രോസസ് ആണ്. അത് ഒരു ദിവസം നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തു, നാളെ ഇല്ല, അങ്ങനെയല്ല. ത്രൂ ഔട്ട് നമ്മുടെ ആ ഒരു ജേർണിയിൽ നമ്മൾ മറ്റുള്ളവരെ കണ്ടിന്യൂസ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അവരെ ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജോർജ് ആർ ടെറി ഇങ്ങനെയാണ് ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്തത് കേട്ടോ. സോ ഓവറോൾ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ഈസ് അബൌട്ട് ഗൈഡിങ് ആൻഡ് എൻകറേജിങ് പീപ്പിൾ ടു വർക്ക് enthusiastically ടു റീച്ച് ഗോൾസ് ടുഗെദർ. അതായത് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തിന്? അവരുടെ വർക്ക് അവർക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കണം അല്ലെ. ഇതിനെയാണ് ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ലീഡർഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ലീഡർഷിപ്പ്? ഓക്കെ, അപ്പൊ ഇതില് കുറച്ചധികം തിയറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇതിവിടെ ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ഈ ട്രേറ്റ് തിയറി എന്ന് നോക്കാം. ലീഡർഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ട്രേറ്റ്സ് ലൈക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി. ഈ ട്രേറ്റ് തിയറി പ്രകാരം പറയുന്നത് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ട്രേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് അയാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അയാൾ ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ, അയാളുടെ പേഴ്സണാലിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ട്രേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നാണ് ട്രേറ്റ് തിയറി പറയുന്നത്.
സം പീപ്പിൾ ആർ ബോൺ ലീഡേഴ്സ് ഡ്യൂ ടു ദീസ് ട്രെയ്റ്റ്സ്. അപ്പൊ ഇത്തരം ട്രെയ്റ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, ചില ആളുകൾ അവർ ജനിച്ചതേ പാട്ട് പാടാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അവർ ജനിച്ചതേ ഡാൻസർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ചില ആളുകൾ ജനിച്ചപ്പോഴേ ലീഡേഴ്സ് ആണെന്ന് നമ്മൾ പറയും അല്ലെ. അതെല്ലാം ഇത്തരം ട്രെയ്റ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ തിയറി, ലീഡർഷിപ്പ് ഇസ് നോട്ട് അബൌട്ട് ട്രെയ്റ്റ്സ്, ഇറ്റ്സ് അബൌട്ട് ബീങ് ഏബിൾ ടു പെർഫോം സർട്ടൻ ഫങ്ഷൻസ് ഓർ ടാസ്ക്സ് വെൽ. ഈ ഫംഗ്ഷൻ തിയറി പറയുന്നത്, ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ട്രെയ്റ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ എത്രത്തോളം വളരെ നന്നായിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു, നമ്മൾ അതിന് ഏബിൾ ആണോ, ഇതിനെയാണ് ലീഡർഷിപ്പ് എന്നാണ് പറയാ എന്നാണ് ഫംഗ്ഷൻ തിയറി പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രെയ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ഹൗ വി പെർഫോം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ഗുഡ് സിംഗർ ക്യാൻ ലീഡ് എ മ്യൂസിക് ഗ്രൂപ്പ്, എ ഗുഡ് ക്രിക്കറ്റർ ക്യാൻ ലീഡ് എ ടീം. അതായത് ഒരു നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ അയാൾക്ക് അയാളുടെ മ്യൂസിക് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ കഴിയില്ലേ എല്ലാം കൊണ്ടും. ഒരു നല്ല ക്രിക്കറ്റർ ആണെങ്കിൽ അയാൾക്ക് അയാളുടെ ടീമിനെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം നന്നായിട്ട് അയാൾക്ക് അയാളുടെ ടാസ്ക് ചെയ്യാൻ പറ്റുന്നോ, ഇതിനെയാണ് ഫംഗ്ഷൻ തിയറി എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രെയ്റ്റ് തിയറി ഡിസ്കസ് ചെയ്തു, ഫംഗ്ഷൻ തിയറി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് സിറ്റുവേഷൻ തിയറിയാണ്. ലീഡർഷിപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. എ പേഴ്സൺ മേ ബി എ ഗുഡ് ലീഡർ ഇൻ വാർ ബട്ട് നോട്ട് ഇൻ പീസ് ആൻഡ് വൈസ് വേഴ്സ. ഈ ഒരു സിറ്റുവേഷൻ തിയറി പറയുന്ന ഇത്രയേ ഉള്ളൂ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും അല്ലെ. സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ലീഡർഷിപ്പ് മാറും. അതായത് ഒരു നല്ല ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ പറയാ, അയാൾ ചിലപ്പോൾ യുദ്ധത്തിൽ വളരെ നല്ല ആളായിരിക്കാം ഒരു ലീഡർ, പക്ഷെ സമാധാനത്തിന്റെ കാര്യം വരുമ്പോൾ അയാൾ മേ ബി അത്ര നല്ല ലീഡർ ആയിക്കൊള്ളണം എന്നില്ല. അത് മാറി മറിച്ചൊക്കെ ആവാം അല്ലെ. അപ്പൊ ഒരു ലീഡർ എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉണ്ടാകുന്നതാണ്, അല്ലാതെ എപ്പോഴും ഒരാൾ ഒന്ന് മാത്രം ആയിരിക്കില്ല. ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ ലീഡർഷിപ്പ് മാറാം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ററാക്ഷൻ തിയറി ഓഫ് ലീഡർഷിപ്പ്. Leadership can't be explained by just one theory. It's a mix of traits, functions and situations. ഈ ഇന്ററാക്ഷൻ തിയറി പറയുന്നത് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ളതാണ് ഒരു ലീഡർഷിപ്പ് എന്നാണ്. അല്ലാതെ ഒരു സിംഗിൾ തിയറിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ലീഡർഷിപ്പ്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ട്രെയ്റ്റ് വരും, ഫങ്ഷൻസ് വരും, സിറ്റുവേഷൻസ് വരും. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ ഇതിന്റെ ഒരു മിക്സ് ആണ് ലീഡർഷിപ്പ് എന്നാണ് ഇന്ററാക്ഷൻ തിയറി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഒഡോണൽസ് വ്യൂ, എങ്ങനെയാണ് ഇവർ ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ലീഡർഷിപ്പ് ഇസ് ഗെറ്റിംഗ് ടീം മെമ്പേഴ്സ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് എനർജി. ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, തന്റെ ടീമിലുള്ള മെമ്പേഴ്സിനെ ഫുൾ കോൺഫിഡൻസോടുകൂടിയും ഫുൾ എനർജറ്റിക് ആയിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഒരു നല്ല ലീഡർഷിപ്പ് നൽകുന്ന ആള് അല്ലെ. അങ്ങനെയാണ് ഇവര് എക്സ്പേർട്ട് ആയിട്ട് ഇവരിതിനെ ഡിഫൈൻ ചെയ്തത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ബിഹേവിയേഴ്സ് ബട്ട് മസ്റ്റ് ഫിറ്റ് ദ ഓർഗനൈസേഷൻ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം ആ ഒരു സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം അയാൾ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ലീഡർഷിപ്പ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹോൾഡിംഗ് എ ഹൈ പൊസിഷൻ, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് സംവൺ ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു അച്ചീവ് ഗോൾസ്. ഒരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് എല്ലാം കൊണ്ടും ഒരു നല്ല ലീഡർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ. അയാൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ വർക്കിലും വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്. True leaders are recognized by their direct or indirect influence on others in the group. ഒരു ട്രൂ ലീഡർ എന്ന് പറയുന്നത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒരു ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനുള്ളതും. പല എക്സ്പേർട്സ് പല തരത്തിലാണ് ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്തത്. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. നമ്മൾ കുറച്ചധികം ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് വൺ, ഡയറക്റ്റീവ് ഓർ അതോറിറ്റേറിയൻ സ്റ്റൈൽ. ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് അല്ലെ. എന്തായിരിക്കും ഒരു അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു കൺസെപ്റ്റ് മുന്നേ. ഓൾ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദ ലീഡർ എലോൺ. ഇവിടെ ലീഡർ ആയിരിക്കും ഒരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരാള്. എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ലീഡർ തനിയെ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ആ ഒരു
സജഷൻസ് പറയാനോ അല്ലെങ്കിൽ പ്ലാനിൽ ടേക്ക് പാർട്ട് ചെയ്യാനോ ഒരു അവകാശവും ഇല്ല. ഓക്കെ, ദ ലീഡർ ഡസ് നോട്ട് ടേക്ക് സജഷൻസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും ലീഡർ ഇവരെ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. ഫോക്കസസ് ഓൺ ഗിവിംഗ് ഓർഡേഴ്സ്, പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിംഗ് ദ ടീം. ഇവിടെ ഒരു ലീഡർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ പ്ലാനിങ്ങിലും അത് ആ ഒരു ഓർഡർ എത്രത്തോളം നൽകുന്നു എന്നുള്ളതും ഒരു പ്ലാനിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു അതിന് എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലായിരിക്കും ലീഡർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സബോർഡിനേറ്റ്സ് മസ്റ്റ് ഡു വാട്ട് ദേ ആർ ടോൾഡ്. എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സബോർഡിനേറ്റ്സിന്റെ ജോലി. ലീഡർ എല്ലാ ഡിസിഷൻസും എടുക്കും. നമ്മൾ സജഷൻസ് ഒന്നും പറയാനുള്ള അവകാശം നമുക്ക് ഈ ഒരു ഡയറക്റ്റീവ് സ്റ്റൈലിൽ ഇല്ല. So I hope that style is clear. നെക്സ്റ്റ് സ്റ്റൈലാണ് പാർട്ടിസിപ്പേറ്റീവ് ഓർ ഡെമോക്രാറ്റിക് സ്റ്റൈൽ. ആ ഒരു പേരിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ത് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണെന്നുള്ളത്. ദ ലീഡർ ഷെയർസ് ഡിസിഷൻസ് വിത്ത് ദ ടീം. എന്താണോ നമ്മുടെ ഡിസിഷൻ അത് ലീഡർ മറ്റുള്ള അവരുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടീം മെമ്പേഴ്സ് ആർ ഇൻവോൾവ് ഇൻ പ്ലാനിങ് ആൻഡ് ഗിവിംഗ് സജഷൻസ് നൽകാനും പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനും ടീം മെമ്പേഴ്സിന് അവകാശം നൽകും. ഇൻഫോർമേഷൻസ് ഇസ് ഓപ്പൺലി ഷെയർഡ്. എന്ത് ഇൻഫോർമേഷൻ ആണെങ്കിലും അത് വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ദ സ്റ്റൈൽ എൻകറേജസ് ടീം വർക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ ഇത്തരം ഒരു സ്റ്റൈൽ എന്തായാലും ഒരു ടീം വർക്കിനെ അത് എൻകറേജ് ചെയ്യുകയും പാർട്ടിസിപ്പേഷനെ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ലേസസ് ഫെയർ ഓർ സപ്പോർട്ടീവ് സ്റ്റൈൽ. എന്താണ് ഈ ഒരു സ്റ്റൈൽ എന്ന് നോക്കാം. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഫ്രീ റെയിൻ ലീഡർഷിപ്പ്. The leader gives full freedom to team members to make decisions. എല്ലാ ഡിസിഷൻസ് എടുക്കാനും ഒരു ലീഡർ കംപ്ലീറ്റ് ഫ്രീഡം അവരുടെ ടീം മെമ്പേഴ്സിന് നൽകുന്ന ഒരു സ്റ്റൈലാണ് ലേസസ് ഫെയർ. There is no interference in what others are doing. അവരെന്ത് ചെയ്താലും ലീഡേഴ്സ് ഒരു തരത്തിലും ഇവിടെ ഇന്റർഫിയർ ചെയ്യുകയോ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യില്ല. Works best when the team is skilled and സെൽഫ് മോട്ടിവേറ്റഡ്. പക്ഷെ ഇത്തരം ഒരു സ്റ്റൈല് എപ്പോഴും വളരെ 100% വർക്ക് ആവുക എപ്പോഴാന്ന് വെച്ചാൽ ആ ടീം ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കണം. അവർ വളരെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടീം ആണെങ്കിൽ മാത്രമേ ലേസസ് ഫെയർ സ്റ്റൈല് ആ ഒരു ടീമിൽ വർക്ക് ആവത്തുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റൈലാണ് അച്ചീവ്മെന്റ് ഓറിയന്റഡ് സ്റ്റൈൽ. ദ ലീഡർ സെറ്റ്സ് ഹൈ ഗോൾസ്. അച്ചീവ്മെന്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡിലുണ്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് ടാർഗറ്റ് എന്നുള്ളതാണ്. സോ ലീഡർ എപ്പോഴും ഒരുപാട് ഹൈ ഗോൾസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ട്രൈസ് ടു ഇംപ്രൂവ് ടീം പെർഫോമൻസ്. തന്റെ ടീമിന്റെ പെർഫോമൻസ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ മാത്രമായിരിക്കും ഇവിടെ ലീഡർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഷോസ് ട്രസ്റ്റ് ഇൻ ദ എബിലിറ്റീസ് ഓഫ് ദ ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിന്റെ എല്ലാ എബിലിറ്റിനെയും ഇവിടെ ആ ഒരു ലീഡർ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വസിക്കുകയും അവരെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കും ഇവിടെ. പുഷസ് ദം ടു ഡു ബെറ്റർ ആൻഡ് അച്ചീവ് മോർ. അവർക്ക് എപ്പോഴും അവരുടെ കൂടെ ഒരു കൈത്താങ്ങായി നിൽക്കുകയും അവരെ കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീഡറാണ് ഇവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മളിപ്പോ ഈ പറഞ്ഞ സ്റ്റൈലിൽ നിന്നും എഗെയിൻ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ വേറെ രണ്ടായിട്ടും കൂടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ടാസ്ക് ഓറിയന്റഡ് ലീഡർഷിപ്പ്. എന്താന്ന് ആ ഒരു വേർഡ് തന്നെ വ്യക്തമായില്ലേ. ഫോക്കസസ് മെയിൻലി ഓൺ ഗെറ്റിംഗ് ടാസ്ക് ഡൺ. എന്തൊക്കെയാണോ നമ്മുടെ ടാസ്ക്, എന്തൊക്കെയാണോ നമ്മുടെ ഗോള് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ അൾട്ടിമേറ്റ് ഫോക്കസ്. വർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു സോൾവ് പ്രോബ്ലംസ് ഓൺ റീച്ചിങ് ഗോൾസ്. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോബ്ലംസിനും സോൾവ് ചെയ്ത് നമ്മൾ നമ്മുടെ ടാർഗറ്റിലോട്ട് എത്താൻ ശ്രമിക്കുന്ന ഒരു ലീഡർഷിപ്പാണ്. എൻഷുവേഴ്സ് ഡെഡ് ലൈൻസ് ആർ മെറ്റ് ആൻഡ് റിസൾട്ട്സ് ആർ അച്ചീവ്ഡ്. നമുക്കൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഡെഡ് ലൈൻ എത്തി എന്നുള്ളതും നമ്മൾ നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്തു എന്നുള്ളതും എപ്പോഴും എൻഷുവർ ചെയ്യും. ലെസ് ഫോക്കസ്ഡ് ഓൺ ടീം മെമ്പേഴ്സ് ഫീലിംഗ്സ് ഓർ വെൽബീങ്. ഇവിടെ ഇമോഷണൽ ഫീലിംഗ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. അതിൽ ഫോക്കസ് ചെയ്യുന്നതും കുറവാണ്. ഫീലിംഗ്സിന് അത്ര ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. ടാസ്കിനാണ് ഇമ്പോർട്ടൻസ്. ടീംസ് ഇമോഷണൽ നീഡ്സ് മേ ബി ഇഗ്നോർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഈ കാര്യം. അപ്പൊ ഇതാണ് ടാസ്ക് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ടാസ്കിനാണ് ഇമ്പോർട്ടൻസ്. ബാക്കി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും അവിടെ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ലീഡർഷിപ്പ്. എന്തായിരിക്കും? ജസ്റ്റ് നമ്മൾ ടാസ്ക് ഓറിയന്റഡിൽ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഫോക്കസസ് ഓൺ ബിൽഡിംഗ് ഗുഡ് റിലേഷൻഷിപ്സ് ഇൻ ദ ടീം. നമ്മുടെ ടീമിൽ വളരെ നല്ല ഒരു കൂട്ടായ്മയും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ
focus. Cares about the well-being and satisfaction of the ടീം മെമ്പേഴ്സ്. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അവരുടെ വെൽബീങ് അവർ ഏറ്റവും നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം. എൻകറേജസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു വിശ്വാസവും ഇവിടെ എപ്പോഴും എൻകറേജ് ചെയ്യും. അപ്രീഷിയേറ്റ്സ് ദ വർക്ക് ഡൺ ബൈ അതേഴ്സ്. എപ്പോഴും മറ്റുള്ളവരുടെ വർക്കിനെ എല്ലാ തരത്തിലും അപ്രീഷിയേറ്റ് ചെയ്യുകയും അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് കൊടുക്കുകയും ചെയ്യും. ഹെൽപ്സ് ക്രിയേറ്റ് എ പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ടീം എൻവയോൺമെന്റ്. എപ്പോഴും ആ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം എൻവയോൺമെന്റ് ആണ് ഈ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ആ ഒരു ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ആ ഒരു പേരിൽ നിന്ന് തന്നെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് സിറ്റുവേഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. പക്ഷെ ഈ സ്റ്റൈൽസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഡിഫറെന്റ് സിറ്റുവേഷൻസ് നീഡ് ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് അല്ലെ. ഓരോ സിറ്റുവേഷൻസിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആയിരിക്കും വേണ്ടി വരിക. ദ റൈറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡിപെൻഡ്സ് ഓൺ ദ ടീം എക്സ്പീരിയൻസ്, ദ ടൈപ്പ് ഓഫ് ടാസ്ക് ആൻഡ് ഹൗ മോട്ടിവേറ്റഡ് ഓർ സ്കിൽഡ് ദ ടീം ഇസ്. ഒരു നല്ല ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ടീം എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ, ആ ഒരു ടാസ്ക് എന്ത് തരത്തിലുള്ള ടാസ്ക് ആണ് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്, എന്റെ ടീം മെമ്പേഴ്സ് എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, അവർ എത്രത്തോളം സ്കിൽഡ് ആണ് എന്നുള്ളതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നല്ലൊരു ലീഡർഷിപ്പ് എന്താന്നുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡയറക്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ് മേ വർക്ക് ബെസ്റ്റ് വെൻ ദ ലീഡർ ഇസ് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഓർ ദ ടാസ്ക് ഇസ് അൺസ്ട്രക്ചേർഡ്. ഈ ഒരു ഡയറക്റ്റീവ് സ്റ്റൈല് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് എപ്പോഴാണോ തന്റെ ലീഡർ വളരെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ഈ ഒരു സ്റ്റൈൽ വർക്ക് ചെയ്യും. ഓർ ടാസ്ക്, നമുക്ക് തന്ന ടാസ്ക് ഒരു സ്ട്രക്ചർ ഇല്ലാത്തൊരു ടാസ്ക് ആണ്, പ്രത്യേകിച്ച് ആർക്കും ഒരു ധാരണയൊന്നുമില്ല, ഇത്തരം സിറ്റുവേഷൻസിലാണെങ്കിൽ ഈ ഡയറക്റ്റീവ് സ്റ്റൈല് വളരെ നന്നായിട്ട് യോജിക്കും കേട്ടോ. അത് ബെസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ലേസസ് ഫെയർ സ്റ്റൈൽ മേ വർക്ക് ബെറ്റർ വിത്ത് സ്കിൽഡ് സെൽഫ് ഡയറക്റ്റഡ് ടീം. തന്റെ ടീം വളരെ സ്കിൽഡ് ആയിട്ടുള്ളതും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതും സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ടീമാണ്, അവർക്കെല്ലാം അവരുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ലേസസ് ഫെയർ സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോവാം. ദ ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇസ് ദ വൺ ദാറ്റ് ഹെൽപ്സ് ദ ഗ്രൂപ്പ് മീറ്റ് ഇറ്റ്സ് ഗോൾസ് വൈൽ ഓൾസോ റെസ്പെക്ടിങ് ഇൻഡിവിജ്വൽ നീഡ്സ്. ഒരു നല്ല ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്റെ ടീമിന് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും തന്റെ ടീം മെമ്പേഴ്സിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെയും അവരെ എല്ലാ റെസ്പെക്റ്റോടുകൂടെയും കണക്കാക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും നല്ല ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പാഠത്തിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ക്യാൻ ബി മെഷർ ദ ലീഡർഷിപ്പ്. അല്ലെ, ലീഡർഷിപ്പിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് മെഷറബിൾ ആണോ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ലീഡർഷിപ്പ് ഇൻ എ പെർഫെക്റ്റ് ഓർ ഒബ്ജക്റ്റീവ് വേ, ബട്ട് ഹിയർ ആർ 4 മെത്തേഡ്സ് യൂസ്ഡ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ലീഡർഷിപ്പിനെ വളരെ അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ കൂടെ നമുക്ക് 4 മെത്തേഡ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലീഡർഷിപ്പിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് leadership measured by team or work group productivity. ഇവിടെ leadership was judged based on how productive the team was, but this method was not always accurate. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള മെഷർമെന്റിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് തന്റെ ടീം എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരുന്നു, അവർക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലീഡർഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും ഇത് വളരെ അക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഈ ഒരു ടീമിന്റെ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് ലീഡർഷിപ്പ് ജഡ്ജ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു 100% അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും അല്ല. നെക്സ്റ്റ് മെത്തേഡ് ആണ് റേറ്റിംഗ് ടെക്നിക്. എ ഫ്യൂ പീപ്പിൾ റേറ്റ് എ ലീഡർ, അതായത് നമ്മുടെ ടീം മെമ്പേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം, സുപ്പീരിയേഴ്സ് ആവാം, ഇവർ നമ്മുടെ ലീഡേഴ്സിനെ റേറ്റ് ചെയ്യുകയാണ് അല്ലെ. ഔട്ട് ഓഫ് 5 ഇത്ര 4 നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 3 ഒക്കെ ഉള്ള ഒരു ലീഡർ ആണ്, അങ്ങനെ റേറ്റ് ചെയ്യും. എ ചെക്ക് ലിസ്റ്റ് ഓഫ് ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് ഇസ് യൂസ്ഡ്. ഇവിടെ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ലീഡർഷിപ്പ് സപ്പോർട്ടീവ് ആയിരുന്നോ, മോട്ടിവേറ്റീവ് ആയിരുന്നോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നോ, അപ്പൊ ഇത്തരം ചെക്ക് ലിസ്റ്റ് എല്ലാം അവരിങ്ങനെ ടിക്ക് ചെയ്ത് ആ ഒരു തരത്തിലുള്ള ഒരു റേറ്റിംഗ് ആണ് ഇവിടെ ലീഡേഴ്സിന് എതിരെ നമ്മൾ ചെയ്യുന്നത്. ദ ജഡ്ജ് മാർക്സ് ഹൗ മച്ച് ദ ലീഡർ ഷോ ഈച്ച് ട്രെയ്റ്റ്. അപ്പൊ ഈ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന ജഡ്ജ് എന്ത് ചെയ്യും, ഈ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം ട്രെയ്റ്റ്സ് ഈ ലീഡറിന് ഉണ്ട് എന്നുള്ളത്
മാർക്ക് ചെയ്യും, മെഷർ ചെയ്യും. അതാണ് ഈ ഒരു റേറ്റിംഗ് ടെക്നിക്. അടുത്ത ടെക്നിക്കാണ് നോമിനേഷൻ ടെക്നിക്. എംപ്ലോയീസ് ആർ ആസ്ക്ഡ് ടു നെയിം പീപ്പിൾ ദേ തിങ്ക് ആർ ഗുഡ് ലീഡേഴ്സ്. അതായത് നമുക്ക് തോന്നുന്ന നല്ല ലീഡേഴ്സ് ഏതൊക്കെയാണോ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വോട്ടിംഗ് പോലെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് തുറന്നു പറയാം. എ പേഴ്സൺ ഇസ് കൺസിഡേർഡ് ആസ് എ ലീഡർ ഇഫ് മെനി പീപ്പിൾ നോമിനേറ്റ് ദം. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ലീഡർ ആരെയാണോ ആ പേഴ്സണെയാണ് നല്ല ലീഡർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇറ്റ് ഷോസ് ദ ലീഡർ ഹാസ് ഇൻഫ്ലുവൻസ് അതേഴ്സ്. അപ്പൊ ഈ ഒരു നോമിനേഷൻ ടെക്നിക്കിൽ എന്താന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു ഗ്രൂപ്പിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നോമിനേഷൻ ടെക്നിക്. ലാസ്റ്റ് ടെക്നിക്കാണ് യൂസിങ് ദ ടൂൾ LBQ. LBQ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ബിഹേവിയർ ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനെയർ. ഓക്കെ, ഈ ഒരു ടെക്നിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഓഹിയോ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ ഒരു ലീഡർഷിപ്പ് ബിഹേവിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്. ഈ ടൂൾസിൽ 2 ഡയമെൻഷൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹ്യൂമൻ സ്ട്രക്ചർ, സെക്കൻഡ് വൺ ഹ്യൂമൻ കൺസിഡറേഷൻ. ഹ്യൂമൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹൗ വെൽ ദ ലീഡർ ഓർഗനൈസസ് ടാസ്ക്. അതായത് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ആ ക്വസ്റ്റ്യനെയറിന്. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലീഡർ എത്രത്തോളം ആ ഒരു ടാസ്കിനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്ട്രക്ചർ പാർട്ടിൽ വരുന്നത്. കൺസിഡറേഷൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലീഡർ എത്രത്തോളം നമ്മുടെ സബോർഡിനേറ്റ്സിനെ കെയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ലീഡർ എത്രത്തോളം മറ്റുള്ളവരെ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് ഹ്യൂമൻ കൺസിഡറേഷൻ. അപ്പൊ ഇതിൽ ടോട്ടലി 30 ഐറ്റംസ് ആണ് ഓരോന്നിലും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് 1 to 5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേറ്റിംഗിൽ നമുക്ക് ഓൾവേസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ, വളരെ ഓഫൺ ആയിട്ടേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. ഇത്തരം റേറ്റിംഗ്സ് നമുക്ക് ഈ 30 ഐറ്റംസിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിരുന്നു, എത്രത്തോളം കൺസിഡറേറ്റീവ് ആയിരുന്നു ആ ഒരു ലീഡർ എന്നുള്ളത്. ഒന്ന് നോക്കി നോക്കൂ, നമുക്ക് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസില് 4 എന്താ പറയാ സ്റ്റൈൽസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. പ്രധാനപ്പെട്ടും ഇതിൽ കണ്ട HCHS, അതായത് ഹൈ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, ഹൈ കൺസിഡറേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനെയറിന്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ടാസ്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഹൈലി കൺസിഡറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരു റിസൾട്ട് ആയിട്ട് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇഫ് ദ റിസൾട്ട് ഇസ് LSHC, അതായത് ലോ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, ടാസ്ക് പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ അയാള് വളരെ എന്താ പറയാ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്ത ആളായിരുന്നു, പക്ഷെ ഹ്യൂമൻ കൺസിഡറേഷൻ വളരെ നന്നായിട്ട് കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് ടൈപ്പ് ഓഫ് ലീഡർ ആവും അതെന്നുള്ളത്. നെക്സ്റ്റ് LSLC, അതായത് സ്ട്രക്ചറും വളരെ ലോ ആയിരുന്നു, കൺസിഡറേഷനും ലോ ആയിരുന്നു. അതായത് ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലും അയാൾക്ക് വീഴ്ച പറ്റി, ഹ്യൂമൻ നേച്ചറിനെ കൺസിഡർ ചെയ്യുന്ന കാര്യത്തിലും അയാൾക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ടെക്നിക്കാണ് ഹൈ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, ലോ കൺസിഡറേഷൻ. നമ്മുടെ ടാസ്ക് എല്ലാം വളരെ ഭംഗിയോടുകൂടെ നമ്മുടെ ലീഡർ ചെയ്തു, പക്ഷെ ഹ്യൂമൻ പേഴ്സണാലിറ്റീനെ കൺസിഡറേഷൻ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഈ ഒരു 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കുന്നതോടുകൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമ്മുടെ ലീഡർ എത്രത്തോളം ഒരു എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. സോ ദ ടൂൾ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഒബ്സർവ്ഡ് ബിഹേവിയർ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് എത്രത്തോളം ഒരു നല്ലൊരു ബിഹേവിയറൽ ക്യാരക്ടർ ഉള്ള ആളായിരുന്നു, എത്രത്തോളം കാഴ്ചപ്പാടുള്ള ആളായിരുന്നു എന്നുള്ളത് സ്റ്റാഫ് മെമ്പേഴ്സിന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ സാധിക്കും, നമുക്കത് മെഷർ ചെയ്യാനും സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നത്. മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ഈ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, ഈ 2 കൺസെപ്റ്റ്സും സെയിം ആയിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ പ്രധാനമായും പറഞ്ഞത് വേരിയസ് ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, നമ്മൾ ഡിഫറെന്റ് തിയറീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്താണെന്നും ഇതിന്റെ നേച്ചർ എന്താണെന്നും ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതും, വേരിയസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്നുള്ളതും, ഇത് മെഷറബിൾ ആണോ, ഇതിന്റെ വേരിയസ് ടൂൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.